രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു വണ്ടി ഓട്ടം വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു തർക്കം ഉണ്ടായതാണ്. അപ്പൊ അതില് ഒരാൾ എന്നെ വിളിച്ചിരുന്നപ്പോ ഞാൻ ഒരു ഓട്ടം പോകുന്നതുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു, വെച്ചോണ്ട് പോകുമ്പോൾ ഫോൺ കട്ട് ചെയ്തു. ഇതിനുശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പിറ്റേ ദിവസം എന്നെയും വിളിപ്പിച്ചു. സാക്ഷി പോലെ വെച്ചു എന്നാണ് അവർ പറഞ്ഞ് ഞാൻ ചെല്ലണേ. ചെന്ന് കഴിയുമ്പോൾ ഈ പ്രശ്നമുണ്ടായ ആൾക്കാരെ മാറ്റി നിർത്തുകൊണ്ട് ആദ്യം എന്നോട് പൊക്കോളാൻ പറഞ്ഞ ആളാണ്. പെട്ടെന്ന് ചാടി എന്തുകൊണ്ട് എന്നെ കോളർ പിടിച്ച് വലിക്കുകയും എൻ്റെ നെഞ്ചത്ത് ശക്തമായിട്ട് അമർത്തിയിട്ട് പുള്ളി കുറെ അസഭ്യവർഷങ്ങൾ പറഞ്ഞു. എൻ്റെ വീട്ടിലുള്ള അമ്മയും പെണ്ണുമുള്ളേനെയൊക്കെ പുള്ളി കൂട്ടിയിട്ട് പുള്ളിക്ക് കൂടെ വന്ന് കിടക്കണമെന്ന രീതിയിൽ വളരെ മോശമായിട്ട് രീതിയിൽ പറഞ്ഞിട്ട് എന്നെ ബാക്കിൽ നിന്ന് കഴുത്തിന് ശക്തമായിട്ട് ഇടിക്കായിരുന്നു ഇവിടെ ഈ ഭാഗത്ത്. ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് സ്റ്റേഷനിൽ അകത്തുകൊണ്ടേയിരുന്നു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം പുള്ളി അവിടെ തെണ്ടി ഇറങ്ങി വരാൻ വന്നിട്ട് പുള്ളി എല്ലാവരും കാണുക ആ പാറാവാരം നിൽക്കുന്നവർക്ക് ഓപ്പൺ ഏരിയയിൽ 2 CCTVയുടെ ചുറ്റുമുണ്ട്. അവിടെയൊക്കെ CCTV ഒക്കെ എടുത്ത് വെച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ വെച്ചുകൊണ്ട് പുള്ളിയുടെ ബൂട്ടിട്ട് കയറി വലത്ത് കാലുമ്പോൾ കയറി അമർത്തി ചവിട്ടി തിരുമയും പിന്നെ എൻ്റെ നെഞ്ചത്ത് ശക്തമായിട്ട് പുള്ളി അടിക്കുകയും ചെയ്യാറുണ്ട്. ഇതിനുശേഷം പുള്ളി ഉന്തി തള്ളി പുറത്തേക്ക് വിട്ടിട്ട് പിന്നീട് അവിടെ ഇരുന്ന ഫ്രാൻസിസ് സാറിനോട് പറയണ്ടായി, ഇതിനെതിരെ തിരിയാണെങ്കിൽ ഇവനെതിരെ കേസ് എടുക്കണം, ഇവനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വ്യക്തമായ കാരണം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ളി അകാരണമായിട്ട് എന്നെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് ഇപ്പൊ ഞാൻ ആകെ ഒരു തകർച്ചയിലാണ്. പിന്നീട് ഞാൻ ഇതിന്റെ ഉന്നത പോലീസ് അധികാരികൾക്ക് വേണ്ടി പരാതി കൊടുത്തായിരുന്നു. സ്ഥലം ആലുവ റൂറൽ SP ഹേമലത മേഡത്തിനെ കണ്ടു. ഇവിടെ പരാതി എടുത്തില്ലായിരുന്നു. ഇവിടെ പരാതി എടുത്തിട്ട് ഇന്റിമേഷൻ എടുക്കാണ്ടായപ്പോഴാണ് ഞാൻ ആലുവ റൂറൽ SP ഹേമലത മേഡത്തിനെ പോയി കാണുകയും മാഡം വിശദമായിട്ട് എൻ്റെ പരാതി കേൾക്കുകയും CCTV ഫുട്ടേജ് എടുക്കാൻ അവിടെ ഉണ്ടായ സാറിനോട് പറയുകയും നർക്കോട്ടിക്കൽ DSP ആലുവയ്ക്ക് അന്വേഷണ ചുമതല കൈമാറിയെന്ന് തന്നെ അറിയിച്ചു. പിന്നീട് എന്നെ അവിടെ വിളിച്ച് എന്നെ മൊഴി എടുക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഈ മാസം 6-ാം തീയതി വരെ 2 മാസമാണ്. ഇന്ന് വരെ അതിന് എന്ത് നടപടിയെടുത്തെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതിനെ തുടർന്ന് വിവരാവകാശം വെച്ചായിരുന്നു. ആ വിവരാവകാശത്തിൽ CCTV ഫുട്ടേജും എനിക്കെതിരെ എന്ത് പരാതിയാണ് അവിടെ വന്നേക്കെന്ന് അറിയാൻ വേണ്ടി എടുത്തിട്ട് CCTV ഫുട്ടേജ് തരാൻ പറ്റില്ല എന്ന് പറയണം. ഇവര് കാരണം പറയുന്നത് സ്റ്റേഷനിലേക്ക് വരുന്ന മറ്റു വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള കടന്നുകയറ്റായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CCTV ഫുട്ടേജ് തരില്ല എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ എന്ത് സ്വകാര്യതയാണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാനിപ്പോൾ തുടർ നടപടിക്ക് വേണ്ടി ആലുവയിലൊരു വക്കീലിനെ ഏൽപ്പിച്ചിട്ട് അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ പോകാതിരിക്കുകയാണ്. ഇതിനെ തുടർന്നുകൊണ്ട് ഞാൻ അറിയുന്ന വ്യക്തികളെ, എൻ്റെ കൂട്ടുകാരെ ഒക്കെ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുക എനിക്ക് ഭയങ്കര സമ്മർദ്ദമുണ്ട്, എൻ്റെ കേസ് പിൻവലിക്കണം, എനിക്ക് പണം തരാം, വാഗ്ദാനമുണ്ട്, അങ്ങനെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടുണ്ട്. ഞാൻ ഇതിലൊന്നും വഴങ്ങാണ്ടാവുമ്പോൾ ആ വന്ന ആൾക്കാർ തന്നെ പറയാണ്, നീ സൂക്ഷിക്കണം, നിന്നെ കള്ളക്കേസിൽപ്പെടുത്തും, നീ വണ്ടി ഓടിക്കുന്നതാണ്, നിന്നെ കഞ്ചാവ് കേസിൽപ്പെടുത്തും, നിന്നെ പെണ്ണ് കേസിൽപ്പെടുത്തും, അല്ലെങ്കിൽ പല പല കേസുകളും നിന്നെ പെടുത്താൻ ചാൻസ് ഉണ്ട്, നിന്നെ അപായപ്പെടുത്തും ഒക്കെയാണ് പറയണേ. എനിക്ക് 3 പെൺകുട്ടികളാണ്, 7 പേരടങ്ങുന്ന കുടുംബമാണ് എൻ്റെ. ഞാൻ മാത്രമാണ് അവർക്കൊരു അത്താണി. ഇന്നലെയും നാളെ എന്നെ അപായപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഞാൻ ഇന്ത്യ ജുഡീഷ്യറിയിലും കേരള സർക്കാരിലും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും നാളെ പുള്ളി എന്നെ അപായപ്പെടുത്തുന്നത് എൻ്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടുണ്ട്. നിന്നെ പകരത്തൊന്നും നിനക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അകത്തോടൊന്നും പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്കൊരു പേടിയുണ്ട്. അതിനെ തുടർന്ന് എനിക്ക് കുറച്ച് നാളുകളായിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല. വീട്ടുകാർക്ക് പേടിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ എന്നെ വിളിക്കും, വേഗം വരാൻ പറഞ്ഞ്. അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി KSRTC സ്റ്റാൻഡിൽ 15 കൊല്ലമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു 15 മണിക്കൂറോളം രാപകലും എൻ്റെ സമയത്ത് നോക്കി വണ്ടി ഓടിക്കാറുണ്ട്. ഇതിൻ്റെ ഈ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി 3 യൂണിയനും കൂടി ഒരു നിയമം ഉണ്ടാക്കാണ്. രാത്രിയും പകലും വണ്ടി ഓടിക്കുന്നവർക്ക് ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരാണ്. പകൽ ഓടിക്കുന്നവർ പകലും, രാത്രി ഓടിക്കുന്നത് രാത്രിയും. അവർ രാത്രി ഓടിക്കുന്നവർ 8-9 മണിക്കൂർ അവർക്ക് ഓടിക്കാം, ബാക്കി 10-17 മണിക്കൂർ പകൽ ഓടിക്കാം. അപ്പൊ അത് ഞാൻ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. കാരണം നമുക്ക് ഇവിടെ ഒരു കമ്പനി ഒന്നല്ലല്ലോ, നമുക്ക് വരുമ്പോ ആൾക്കാരെ ക്യൂ നിന്നിട്ട് ഓട്ടം പോകാനൊന്നും നിൽക്കണ ഇത് സിസ്റ്റം ഒന്നല്ല. നമ്മളവിടെ 10-17 മണിക്കൂർ ഓടിച്ചാലാണ് നമുക്കുള്ള വീട്ടിൽ ചെല്ലുന്നുള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. ഞാനപ്പോൾ ചുരുങ്ങിയത് 10-15-16 മണിക്കൂർ ഒരു ദിവസം ഓടിക്കുന്ന വ്യക്തിയാണ്. 15 വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ് പോണത്. അതൊരു സുപ്രഭാതത്തിൽ എന്നോട് വന്നുകൊണ്ട് യൂണിയന്റെ നേതാക്കൾ ഒരു നിയമം ഉണ്ടാക്കി അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അംഗീകരിച്ചില്ല എന്നുള്ള തെറ്റാണ് എനിക്കെതിരെ പരാതി കൊടുത്തേക്കുന്നത്. ആദ്യത്തെ പരാതി. ആ പരാതി പ്രകാരം ശരിക്കും പറഞ്ഞാൽ അങ്കമാലി പോലീസ് എൻ്റെ പക്ഷത്തുകൊണ്ട് എൻ്റെ വണ്ടി തടഞ്ഞ ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണ്ടേ. അതിന് പകരം അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ എന്തോ കുറ്റം ചെയ്തു വന്ന രീതിയായിരുന്നു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഞാൻ നേരിട്ടത്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി എന്നെ വണ്ടി തടഞ്ഞ വ്യക്തികൾക്കെതിരെ ഒരു ഷാജൻ, ഒരു സുധാകരൻ, ഒരു ജോബി തവളപ്പാറയിലുള്ളത്, ഇവര് എൻ്റെ വണ്ടി തടഞ്ഞതിനെതിരെ ഇന്നുവരെയായിട്ട് ഒരു കേസ് അവർക്കെതിരെ എടുത്തിട്ടില്ല.
അപ്പൊ എനിക്കെതിരെ ഞാൻ എന്തോ കുറ്റം ചെയ്തു തോന്നുന്നു. ഇപ്പൊ കേരളത്തിൽ നമുക്കൊരു ഓട്ടോറിക്ഷയ്ക്ക് പെർമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ഓടിക്കാം. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇതുമനുസരിച്ച് നമുക്ക് എപ്പോ വേണമെങ്കിലും തൊഴിലെടുക്കാം. അപ്പൊ ഞാൻ എന്റെ സമയത്ത് വണ്ടി ഓടിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ധിക്കരിച്ചു എന്നുള്ളതാണ് ഒരു കുറ്റം. പിന്നെ ഞാൻ വണ്ടി ഓടിച്ചു. അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൽ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഇവർക്ക് തടയാനും അധികാരമില്ല, പോലീസിനും അധികാരമില്ല, യൂണിയൻകാർക്കും അധികാരമില്ല തടയാൻ വേണ്ടി.